ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ യൂട്യൂബിലൊക്കെ അത്യാവശ്യം വൈറലായിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു ക്രീം ബണ്ണിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ലൊരു ക്രീമി ആയിട്ടുള്ള ഫില്ലിങ്ങും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണായിട്ട് നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ടു നോക്കുക. നല്ല ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് വീട്ടിലുണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടുക്കാച്ചി ഐറ്റമാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് കണ്ടു നോക്കിയിട്ട് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ബണ്ണ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു ബൗളിലേക്ക് ഞാനൊരു 4 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മൈദപ്പൊടി എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള മൈദപ്പൊടി തന്നെ എടുക്കാൻ നോക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് 4 കപ്പ് മൈദക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ മെഷർമെൻ്റ് ഒന്നും മാറിപ്പോകാണ്ട് കറക്റ്റായിട്ട് എടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് 3/4 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈസ്റ്റൊക്കെ എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ എടുക്കുക. ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആണെങ്കിൽ ഒന്ന് ഫെർമെൻ്റ് ആവാൻ വെച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 2 മുട്ടയാണ്. അപ്പോൾ മുട്ട എപ്പോഴും ചേർത്ത് കൊടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ളത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക, തണുപ്പ് പാടില്ല കേട്ടോ. അപ്പോൾ മുട്ടയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് 1 കപ്പ് വെള്ളമാണ് കേട്ടോ. അപ്പോൾ 4 കപ്പ് മൈദപ്പൊടിക്ക് 2 മുട്ട പിന്നെ 1 കപ്പ് വെള്ളം. നമ്മൾ മൈദപ്പൊടി എടുത്ത അതേ കപ്പിൽ തന്നെയാണ് ഞാൻ വെള്ളം എടുത്തിട്ടുള്ളത്. എന്നിട്ട് എല്ലാം കൂടെ സ്പാച്ചിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് റഫായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആ ഒരു മുട്ടയുടെ സ്മെല്ലൊക്കെ മാറിക്കിട്ടാനായിട്ട് ഒരു 3/4 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു മുട്ടയുടെ മണമൊക്കെ ഒട്ടും തന്നെ ഇതിൽ ഉണ്ടാവില്ല കേട്ടോ. അതിനുശേഷം പിന്നെ നമ്മൾ സ്പാച്ചിലേക്ക് മാറ്റി വെച്ചിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക. നന്നായിട്ടെല്ലാം കൂടെ നന്നായിട്ട് മിക്സായി നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്ന രീതിയിൽ നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു ഡോ നിങ്ങൾക്ക് കുഴക്കുമ്പോൾ ഒരുപാട് ലൂസാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ അളവ് 1 കപ്പ് മുതൽ 3/4 കപ്പ് വരെ നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. കാരണം മുട്ട നിങ്ങൾ എടുക്കുന്നത് അല്പം കുറച്ച് വലുതാണെന്നുണ്ടെങ്കിൽ വെള്ളം ഒരു 3/4 കപ്പൊക്കെ മതിയാകും. അത്യാവശ്യം ചെറിയ മുട്ടയാണെന്നുണ്ടെങ്കിൽ 1 കപ്പ് വെള്ളം തന്നെ വേണ്ടി വരും കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ അടുത്തതായിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം സോഫ്റ്റ് ആയിട്ടുള്ള നമ്മൾ പുറത്ത് വെച്ച് തണുപ്പൊക്കെ മാറിയിട്ടുള്ള ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബട്ടർ ഞാനിപ്പോൾ അൺസോൾട്ടഡ് ബട്ടറാണ്. ഇനി സോൾട്ടഡ് ബട്ടർ ആണെങ്കിൽ നമ്മൾ നേരത്തെ ചേർത്തിട്ടുള്ള ആ ഒരു ഉപ്പ് സ്കിപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ ഇത് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് കൈ വെച്ച് നല്ല സ്ട്രെച്ച് ചെയ്തിട്ട് ഇങ്ങനെ വലിച്ച് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്ന വരെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ നല്ല സോഫ്റ്റായിട്ട് നല്ല ചപ്പാത്തിനേലും കുറച്ചും കൂടി ഒരു സോഫ്റ്റായിട്ട് കിട്ടുന്ന വരെ നന്നായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് റൗണ്ടാക്കി എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ആ ഒരു ബൗളിലേക്ക് തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ബൗളിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കതിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, മാവ് എത്രത്തോളം സോഫ്റ്റാണെന്ന്. ഇതേപോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടണം, എന്നാലും നമ്മുടെ ആ ഒരു ബണ്ണും അത്രത്തോളം സോഫ്റ്റായിട്ട് വരുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഈ ഒരു ഡോ അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നല്ല ഒരു ക്ലിംഗ് റാപ്പോ അല്ലെങ്കിൽ നല്ലൊരു എയർടൈറ്റ് ആയിട്ടുള്ളൊരു മൂടി വെച്ചിട്ട് മൂടിയിട്ട് ഒരു 2 മണിക്കൂറൊക്കെ ഒന്ന് ഫെർമെൻ്റ് ആവാനായിട്ട് വെക്കാട്ടോ. നല്ല ചൂടുള്ള ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് പൊന്തിയിട്ട് വരും. അത്യാവശ്യം തണുപ്പുള്ള ക്ലൈമറ്റ് ആണെങ്കിൽ കുറച്ചധികം ടൈം എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ടിത് ഫെർമെൻ്റ് ആയി നല്ല ഡബിൾ സൈസായിട്ട് വരണം. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാനൊരു ഏകദേശം ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഓപ്പൺ ആക്കിയപ്പോൾ ഇത് കണ്ടില്ലേ, നന്നായിട്ടിത് നല്ല ഡബിൾ വോളിയത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നല്ല പൊന്തി വരണോട്ട് നമ്മുടെ ഈ ഒരു ഡോ, എന്നാലാണ് നമുക്ക് ആ ഒരു ബണ്ണും നല്ല പൊന്തി നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമുക്കിത് ഇതേപോലെ ഇതിൻ്റെ എയറൊക്കെ ഒന്ന് കൈ വെച്ചിട്ടൊന്ന് റിലീസ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഇത് ഒരുപാടിട്ട് കുഴച്ചെടുക്കണമെന്നില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിതാ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഷേപ്പിൽ ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ നമ്മളിങ്ങനെ ഉള്ളിലേക്ക് ആ ഒരു ഡോ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ മുകൾ ഭാഗം ഒട്ടും സ്ക്രാച്ച് ഇല്ലാത്ത രീതിയിൽ അതേപോലെ വേണം കേട്ടോ നമ്മളിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് കണ്ട് ഇതേപോലെ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് തന്നെ ഇതൊരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ കുറച്ച് ഇതേ രീതിയിലൊന്ന് പരത്തി കൈ വെച്ച് ഒന്ന് ഷേപ്പ് ആക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഇതൊരു 10 പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം തന്നെ ഇതേപോലെ നേരെ നീളത്തിൽ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നേരെ ക്രോസായിട്ട് ഇതേപോലെ 10 പീസായിട്ട് ഞാൻ ഏകദേശം എല്ലാം ഒന്ന് ഈക്വൽ അളവിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഓരോ പീസസ് ആയിട്ട് എടുത്തിട്ട് നന്നായിട്ട് ഒട്ടും സ്ക്രാച്ച് ഒന്നും ഇല്ലാണ്ട് ഇതേ രീതിയിലൊന്ന് നമുക്ക് റോൾ ചെയ്തെടുക്കുക, റൗണ്ട് ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ അടിവശത്ത് വരുമ്പോൾ നമ്മൾ ആ ഒരു കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കുക. കണ്ടില്ലേ, ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം കൈ വെച്ചിട്ട് ഒരു ഫിംഗർ വെച്ചിട്ട് ഒന്ന് പയ്യനൊന്നുകൂടെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒട്ടും സ്ക്രാച്ച് ഒന്നും ഇല്ലാണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഒട്ടും സ്ക്രാച്ച് ഉണ്ടാവരുത് കേട്ടോ. നമ്മൾ ആ ഒരു വിള്ളലുണ്ടെന്നുണ്ടെങ്കിൽ ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്ന ടൈമിൽ ഇതിങ്ങനെ വിണ്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതില്ലാണ്ട് ഈ രീതിയിൽ തന്നെ ഒന്ന് നന്നായിട്ട് ഒട്ടും സ്ക്രാച്ച് ഇല്ലാണ്ട് നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ ഒരു വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മൈദപ്പൊടി ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ ബോൾസായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ ഒരു ബോൾസിൻ്റെ മുകളിലും കുറേശ്ശെ മൈദപ്പൊടി ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനായിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നില്ല, നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ ഓരോ ബോൾസ് ആക്കിയിട്ട് ഓരോ പീസ് ബട്ടർ പേപ്പറിലേക്ക് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ബട്ടർ പേപ്പറിൽ നിന്ന് തന്നെ ഡയറക്റ്റായിട്ട് ഓയിലിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ കണ്ടില്ലേ, ആ ഒരു ബോൾസിൻ്റെ മുകളിലും ഞാനിതൊന്ന് ഒരു കുറച്ച് മൈദപ്പൊടി ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ഒന്ന് കവർ ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ മുകൾ ഭാഗം ഡ്രൈ ആയിട്ട് പോകും. ഒരു ടവലോ അല്ലെങ്കിൽ ഒരു ക്ലിംഗ് റാപ്പോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ള ബോൾസും ഓരോന്നായിട്ട് ഞാൻ ഇതേപോലെ ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ അങ്ങനെ ബാക്ക് വശം വരുമ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് രണ്ട് ഫിംഗർ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുത്ത് ഒട്ടും ക്രാക്സ് ഇല്ലാണ്ട് നല്ല രീതിയിൽ ഷേപ്പ് ചെയ്തെടുക്കുക. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവട്ടെ ഈ ഒരു ക്രീം ബണ്ണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ ഒരു ബണ്ണ് ഉണ്ടാക്കാനുള്ള ഒരു താമസം മാത്രമേ ഉള്ളൂ. ബാക്കി കാര്യങ്ങൾ ഫില്ലിങ്ങൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ എല്ലാ ബണ്ണും ഞാൻ ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് ഒന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ മുകൾ ഭാഗത്ത് ഒരു ടവലോ എന്തെങ്കിലും ഇട്ടിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ കണ്ടില്ല, അരമണിക്കൂറിന് ശേഷം ഞാനിതാ ഒന്ന് ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ കുറച്ചും കൂടി ഒന്ന് അത് ഡബിൾ സൈസായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓയിലിന് ചൂടൊട്ടും കൂടാൻ പാടില്ല. ഓയിൽ സിമ്മിലിട്ടിട്ട് ചെറിയ ചൂടിലിട്ടിട്ട് വേണം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. കാരണം ഇത് അത്യാവശ്യം വലുപ്പമുണ്ട്, ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ കുക്കായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്ലെയിം സിമ്മിലിട്ടിട്ട് അത് നന്നായിട്ട് തീ കുറച്ച് വെച്ചിട്ട് ടൈം എടുത്തിട്ട് കുക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ കുറച്ച് ഓയിലൊന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീ കൂട്ടിയിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുറം ഭാഗം പെട്ടെന്ന് കളറൊക്കെ ചേഞ്ച് ആയിട്ട് ഉൾഭാഗം കുക്കാകാണ്ടിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, തീ കുറച്ച് വെച്ചിട്ട് ഫ്രൈ ചെയ്യുക. ഇതിപ്പോൾ ഞാൻ സ്പീഡ് കൂട്ടിയതിൻ്റെ പേരിലാണ്ട് ഈ ഓയിൽ ഇങ്ങനെ പെട്ടെന്ന് ഇത് തീ കൂട്ടിയിട്ടിട്ട് ഫ്രൈ ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നത് സ്പീഡ് കൂട്ടിയതിൻ്റെ പേരിലാണ്. അപ്പോൾ ഒരു വശം നന്നായിട്ട് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരുന്ന ടൈമിൽ തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയിട്ട് വന്നാൽ നമുക്ക് ഓയിലിൽ നിന്നൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് ഡാർക്ക് കളർ ആവണമെന്നില്ല, അപ്പോൾ അതിൻ്റെ കളറൊക്കെ ആകെ മാറിപ്പോകും. ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് കോരിയെടുക്കുക. അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കണം, കാരണം തീ സിമ്മിലിട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ എല്ലാം ഞാനൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണാണ് കേട്ടോ. ഇത് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിൽ ഫില്ലിങ്ങും കൂടെ വരുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. ഒട്ടും എണ്ണയൊന്നും കുടിക്കാണ്ട് നമ്മൾ തീ കുറവിലാണ് ഇത് ഫ്രൈ ചെയ്തതെന്നുണ്ടെങ്കിലും ഒട്ടും എണ്ണയൊന്നും ഇതിൽ കുടിക്കില്ല കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ കൊടുക്കാനുള്ള ഒരു കോട്ടിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 2.5 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് പൊടിച്ച് മാറ്റി വെക്കാം.
പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കേണ്ട ഫില്ലിംഗ് ആണ് ഞാനിപ്പോൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. സ്റ്റിഫായിട്ടൊന്നും കിട്ടണ്ട കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ 1/4 കപ്പ് മിൽക്ക് മെയ്ഡ്. മധുരത്തിന് ആവശ്യമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് മധുരം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ പാൽപ്പൊടിയിലും വിപ്പിംഗ് ക്രീമിലൊക്കെ മധുരം ഉള്ളതാണ്, അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ 1/4 കപ്പ് മിൽക്ക് മെയ്ഡും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതാ ബീറ്റർ വെച്ചിട്ട് ഞാൻ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വിപ്പിംഗ് ക്രീം സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നത് പോലെ അല്ലാട്ട് ഇതേപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് ബീറ്റ് ചെയ്ത് കിട്ടേണ്ടത്. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ആ ഒരു ഫില്ലിംഗ് ആയിട്ട് കൊടുക്കേണ്ട ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ ഇതേപോലെയാണ് നമുക്കിത് കിട്ടേണ്ടത്. പിന്നെ നമ്മളിത് കോട്ട് ചെയ്യാനുള്ള ഒരു പാൽപ്പൊടിയുടെ മിക്സ് ഇതാ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഓരോ ബണ്ണും ഈ ഒരു പാൽപ്പൊടിയും പഞ്ചസാരയും കൂടെ ഉള്ള ഈ ഒരു മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ആ ഒരു ബണ്ണിൻ്റെ എല്ലാ ഭാഗത്തും ആ ഒരു പാൽപ്പൊടിയുടെ മിക്സ് എത്തണോട്ട് അതേ രീതിയിൽ നന്നായിട്ട് അതിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ ഫസ്റ്റ് ബണ്ണ് ഞാനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയെല്ലാം ഒന്ന് ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പാൽപ്പൊടിയുടെ കോട്ടിങ്ങൊക്കെ ഇതിൽ വരുമ്പോൾ. നല്ല പുറം ഭാഗമൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതേപോലെ എല്ലാം ഞാനൊന്ന് പാൽപ്പൊടിയിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് കൊടുക്കാനായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഞാനൊരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു നൈഫ് വെച്ചിട്ട് ഇതേപോലെ ആ ഒരു സെൻട്രൽ പോർഷനായിട്ട് ആ ഒരു മുകൾ ഭാഗത്തായിട്ട് കത്തി ഒന്ന് ഇറക്കി കൊടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിലിങ്ങനെ അത്യാവശ്യം വലിപ്പമുള്ളൊരു ഹോളായിട്ട് കിട്ടും. അപ്പോൾ ഇതേപോലെ എല്ലാം തന്നെ ഞാനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചുള്ള ആ ഒരു പാൽപ്പൊടി, വിപ്പിംഗ് ക്രീം, അതേപോലെ ആ ഒരു മിൽക്ക് മെയ്ഡിൻ്റെ ആ ഒരു മിക്സ്, ആ ഒരു ക്രീമിൻ്റെ ഫില്ലിങ് ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഒരു നോസിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചുള്ള ആ ഒരു ബണ്ണിൻ്റെ ആ ഒരു ഹോളിലേക്ക് ഇതൊന്ന് നിറച്ച് കൊടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രീമാണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും എത്രത്തോളം സോഫ്റ്റാണ്, നല്ല ക്രീമിയാണ്. അപ്പോൾ മറക്കാണ്ട് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.